ഗൈസ്, നിങ്ങൾ ഉപ്പുമാവും ചിക്കനും കൂട്ടി കഴിച്ചിട്ടുണ്ടോ? പൊള്ളി സാധനം. അപ്പം നമ്മൾക്ക് ഇന്നത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ടിഷ്യൂ കൊണ്ട് തുടച്ചു കൊടുക്കും. എനിക്കത് പറ്റണ വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല, അതുകൊണ്ട്. സോ നമുക്കിതിൽ കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യിട്ടുണ്ട്, കുറച്ചും കൂടി ഇടാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ. വിശ്വാസിൻ്റെ ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവ് മിക്സാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചാക്മേയുടെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി മുക്കാൽ വേപ്പിലാണ്. അപ്പോൾ മാറ്റി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിശ്വാസിൻ്റെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കിയതിന് മുൻപ് അടിപൊളിയാണ് കേട്ടോ. ഇനി ഇത് നന്നായി റോസ്റ്റ് ചെയ്യാം. എൻ്റെ ഉപ്പുമാവ് ഇതിങ്ങനെ പ്രത്യേകിച്ച് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ഞാൻ റോസ്റ്റ് ചെയ്യും. ഒന്നുകൂടെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ സോഫ്റ്റ് ആവുമെന്ന് ആരൊക്കെയോ പറയണത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് ട്രൈ ചെയ്തിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാറ്. ദെൻ അത് കഴിഞ്ഞിട്ട് പറയാം, റോസ്റ്റ് ആവട്ടെ. തീ വല്ലാണ്ട് കൂട്ടി വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കരിഞ്ഞു ഉപ്പുമാവ് തിന്നേണ്ടി വരും. സോ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഫുള്ള് ഞാൻ ഒഴിക്കില്ല. ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറക്കി. ഒറ്റടിക്കൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അളവ് ശരിയാവില്ലേ. സോ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ളവരൊക്കെ ഒറ്റടിക്ക് ഒഴിക്കും കേട്ടോ. പക്ഷേ നമ്മളത്ര എക്സ്പേർട്ടല്ല, നമ്മളല്ല ഞാൻ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അല്ലെങ്കിൽ അത് അടി പിടിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ടും അങ്ങനെ കട്ടകൾ ഉറച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്ലെയിം ഭയങ്കരമായിട്ട് കുറച്ചിടുക. തീ ഭയങ്കരമായിട്ട് കുറയ്ക്കുക. ഇട്ടില്ല എന്നുള്ള ഒരു ഇതിൽ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇത് മൂടി വയ്ക്കുക. ഇതിങ്ങനെ മൂടി ഒരു കുറച്ച് നേരം വയ്ക്കുക. വേണമെങ്കിൽ ഒരു 3 മിനിറ്റ് വെച്ചു എന്നെ പോലെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ തുറന്നു നോക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പുറത്തെ ഗ്യാസിൽ ചായ വയ്ക്കാം. ചായക്കാണ് നിങ്ങൾക്കറിയാമല്ലോ. സോ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ചിക്കൻ കറി എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഉപ്പുമാവും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊളി ടേസ്റ്റ് ആയിട്ടോ. ഉപ്പുമാവിൽ ആ നെയ്യിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അടിപൊളി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വിത്ത് ടീ.